അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നമ്മളുടെ നബിയുടെ സീറ അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ചരിത്രം എന്ന് പറയാം, അതിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റബ്ബിഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംറി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. പടച്ചോന് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് കേൾക്കുന്ന എല്ലാവരെയും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ കേൾക്കുന്നതിൽ നമുക്ക് പഠിക്കാൻ കഴിയട്ടെ. ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടരാൻ നമുക്ക് പറ്റട്ടെ. അതോടെ അദ്ദേഹത്തിനെ നമുക്ക് സ്നേഹിക്കാനും കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ സ്വർഗത്തിലാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ. ആമീൻ. നമുക്കിപ്പോൾ സീറ എന്ന വാക്കിൻ്റെ അർത്ഥം വെച്ച് തുടങ്ങാം. ഭാഷാപരമായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാത എന്നാണ്. അതായത് ഒരാളുടെ ജീവിത സമയത്ത് എടുക്കുന്ന വഴി എന്നുള്ള രീതിയിൽ. ഡിക്ഷണറിയിൽ അതിലെ അർത്ഥം വരുന്നത് ഒരാളുടെ സ്വഭാവം, ജീവിത രീതി, ആറ്റിറ്റ്യൂഡ്, പ്രതികരണം, എങ്ങനെയാണോ അയാൾ ജീവിക്കുന്നത്, അയാളുടെ ബയോഗ്രഫി, ആത്മകഥ എന്നാണ്. അപ്പോൾ സീറ എന്ന് പറഞ്ഞാൽ ആരുടെയും ബയോഗ്രഫി ആവാം, ഏതെങ്കിലും ഒരാളുടെ ബയോഗ്രഫി ആവാം. നമുക്ക് സീറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സീറ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ സീറ എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ജീവചരിത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ പൊതുവെ സീറ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചരിത്രമാണ്. നമുക്കത് പഠിക്കുന്നതിന് മുമ്പ് ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അത് പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഈ സീറ എന്ന് പറയുന്നത് നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെയാണ്, അല്ല? ഇസ്ലാം മതം വന്നിട്ടുള്ളത് മുഹമ്മദ് നബി മുതലാണെന്നല്ല പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സിറ്റുവേഷനും അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഇതിൽ കാണാൻ പറ്റും. അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് നബിയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരാളുടെ ചരിത്രം മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്, അല്ലേ? നമുക്ക് മൂസാ നബിയുടെ അല്ലെങ്കിൽ മറ്റുള്ള നബിയുടെ ജീവിതചരിത്രം അറിയണമെങ്കിൽ നമുക്ക് എവിടെ പോവാം? ഖുറാനിൽ പോവാം. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചരിത്രം പഠിക്കാൻ നമുക്ക് ഖുറാനിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഇവിടെ ചെറുതായിട്ട് നബിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചരിത്രം പഠിക്കണമെങ്കിൽ നമുക്ക് സീറയിലേക്ക് പോകണം. ഇനി നമ്മൾക്ക് ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അയാളെക്കുറിച്ച് നല്ലോണം അറിഞ്ഞെങ്കിൽ നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ വെറുതെ നമുക്കൊരാളെ സ്നേഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളുടെ ഒരു റിലീജിയൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഈമാൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മൾ കംപ്ലീറ്റ് ഈമാൻ കിട്ടില്ല എന്നാണ് പറയണത്. ഏതുവരെ? നമ്മളെക്കാളും നമ്മളെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഈ ലോകത്തെക്കാളൊക്കെ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത് വരെ നമ്മളുടെ ഈമാൻ പൂർത്തിയാവില്ല എന്നാണ്. അപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ലവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നബിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയുടെ അടുത്തിട്ട് പറഞ്ഞ്, ഭയങ്കര സത്യസന്ധനായ സ്ട്രൈറ്റ് ഫോർവേഡായ മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നെ എല്ലാത്തിനേക്കാളും ഇഷ്ടമാണ്, പക്ഷേ എന്നേക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതിനുശേഷം എനിക്ക് നിങ്ങളെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, എല്ലാത്തിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് ഉമർ റളിയല്ലാഹു തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ നിങ്ങളെ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് മുസ്ലിമിനോട് ചോദിച്ചാൽ നമ്മൾ മുഹമ്മദ് നബിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരാരുമില്ല. പക്ഷേ നമുക്ക് ഡീപ്പ് ആൻഡ് ആത്മാർത്ഥമായ സിൻസിയറായിട്ടുള്ളൊരു സ്നേഹം വേണമെങ്കിൽ നമുക്ക് ആളെ ശരിക്കും അറിയണ്ടേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സീറ പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമായൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നബിനെക്കുറിച്ച് കൂടുതൽ അറിയും തോറും നമ്മൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും ആ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച്. നമ്മളിങ്ങനെ സ്നേഹം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരിക്കലും സുഹൈൽ ഇബ്നു അംർ എന്ന് പറഞ്ഞ ആൾ, ആദ്യം അദ്ദേഹം സഹാബി അല്ലായിരുന്നു, അത് ഭയങ്കര ഒരു എന്താ പറയുക,
നെഗോഷിയേഷന് വേണ്ടി അയച്ചിരുന്ന ആളാണ്. എല്ലായിടത്തും പോയി എന്താ പറയുക സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഇയാൾ മദീനയിലേക്ക് പോയി സഹാബികൾ എങ്ങനെയാണ് മുഹമ്മദ് നബിനെ ട്രീറ്റ് ചെയ്യണതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് മക്കയിലെ ആൾക്കാരോട് പറഞ്ഞ്, ഞാൻ റോമൻ ചക്രവർത്തിനെ അല്ലെങ്കിൽ പിന്നെ പേർഷ്യൻ ചക്രവർത്തിനെ, പിന്നെ അബിസീനിയയുടെ രാജാവായ നജ്ജാഷി, ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടു, അവർക്കൊക്കെ പവറും സ്ട്രെങ്ത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ തങ്ങളുടെ ലീഡറിനെ സ്നേഹിക്കുന്ന ഒരു ജനതനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതെടുക്കുമ്പോൾ സഹാബികളൊക്കെ ആ കൈമൽന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഓടി തിരക്ക് കൂട്ടുമായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബിയുടെ എതിരായിട്ട് അല്ലെങ്കിൽ മുഹമ്മദിനെതിരായിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ ആളുകൾ ഒരിക്കലും, ഈ ജനത ഒരിക്കലും അവരുടെ ഒരു നേതാവിനെ വിട്ടുകൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അവരുടെ ജീവൻ അവർ ആദ്യം ത്യജിക്കുകയാണ് ചെയ്യുക, എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുഹമ്മദ് നബിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് ടു ഫോളോ ദ വേ ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് നബിയുടെ പാത പിന്തുടരാൻ അല്ലേ. പെർഫെക്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവമായിട്ട് ഉണ്ടായതാണ് മുഹമ്മദ് നബി. അപ്പോൾ ആ പാത പിന്തുടരണമെങ്കിൽ അദ്ദേഹം എങ്ങനെ ജീവിച്ചതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമുക്ക് അത് പിന്തുടരാൻ പറ്റും. പിന്നെ നമുക്ക് നാലാമത്തേതെന്ന് പറയണമെന്ന് വെച്ചാൽ ഖുർആൻ കൂടുതൽ മനസ്സിലാക്കാനും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ അറിഞ്ഞിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ആയത്തുകൾ ഖുർആനിലുള്ളത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം അതിന് ചുറ്റുപറ്റി ഉണ്ടായ ഈവൻസും അല്ലെങ്കിൽ അന്നുണ്ടായ സാഹചര്യത്തിൻ്റെ പേരിലാണ് ആ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് ഉണ്ടായതെന്ന് അറിയാതെ നമുക്ക് ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് മനസ്സിലാവില്ല. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് നബിയുടെ ചരിത്രം അറിയണം. ഒരു ഉദാഹരണം പറയാം. ഖുർആനിലൊരായത്തുണ്ട്, അതായത് റമദാൻ മാസത്തിൽ രാത്രി നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. ഏതുവരെ? ശരിക്കും വാക്കർത്ഥം പറഞ്ഞാൽ വെള്ളി സ്ട്രിങ് നൂല് ബ്ലാക്ക് നൂലിൽ നിന്ന് തിരിയണ വരെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഒരു സഹാബ് എന്ത് ചെയ്ത്, സഹാബി അതിൻ്റെ ലിറ്ററൽ അർത്ഥം എടുത്തിട്ട് ഒരു നൂലെടുത്തിട്ട് തലാൻ്റെ അടിയിൽ വെക്കും. എന്നിട്ട് അത് എടുത്ത് നോക്കും തലാൻ്റെ അടിയിൽ നിന്ന് ആ കറുപ്പ് നൂല് കാണുന്നുണ്ടോയെന്ന്. ആ കറുപ്പ് നൂല് കാണുന്നില്ല, അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ വീണ്ടും എടുത്ത് നോക്കും. അങ്ങനെ അത് ക്ലിയറായിട്ട് ആ നൂല് കാണുന്നത് വരെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതായത് ആകാശത്ത് വെളിച്ചത്തിൻ്റെ ഫസ്റ്റത്തെ ഒരു ഇത് വരില്ല, പ്രഭാതത്തിൻ്റെ ആ തുടക്കം വരുന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ നമുക്ക് പലതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഇത് നോക്കിയിട്ടാണ് നമുക്ക് പലതും എങ്ങനെയാണ് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. സീറ പഠിക്കണതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സീറ പഠിക്കുന്നത് വെറുതെ നമുക്കൊരു നേരം പോക്കിനോ അല്ലെങ്കിൽ ബോറടിക്കുന്നതുകൊണ്ടൊന്നുമല്ല. ഇതൊരു ഇബാദത്താണ്. നമുക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൽ നിന്ന് പഠിച്ചോണ്ടിൽ നിന്ന് കൂലിയുണ്ട് അല്ലേ. അള്ളാഹ് പറഞ്ഞേക്കുന്നത് എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഹമ്മദിൻ്റെ പാത പിന്തുടരണം എന്നാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ പാപങ്ങൾ പൊറുക്കാനും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഈ പാത പിന്തുടരണം. അപ്പോൾ ഇതൊരു ഇബാദത്ത് കൂടിയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് പറയണമെന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് എ മുസ്ലിം ഐഡൻറ്റിറ്റി. ഒരു മുസ്ലിം എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ വേണ്ടി, എസ്പെഷ്യലി വെസ്റ്റിൽ, അതായത് അമേരിക്ക, ബ്രിട്ടൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഭയങ്കരമായ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. പലർക്കും ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും അറിയില്ല. ഇപ്പോൾ നമ്മളൊരാളോട് ഏതെങ്കിലും ഒരു റോക്ക് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ ഫേവറേറ്റ് ആണെങ്കിൽ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷേ നമ്മളുടെ മുഹമ്മദ് നബിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള അമ്പിയാക്കളെ കുറിച്ചോ ചോദിക്കുക അവർക്ക് അത്രയൊന്നും അറിയില്ല.
ഈവൻ നബിമാരുടെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള 25 നബിമാരുടെ പേര് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഫേവറേറ്റ് ടീമിലത്തെ എല്ലാ ഫുട്ബോൾ പ്ലെയറിൻ്റെ പേര് അവർക്ക് പറയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ചരിത്രം പഠിച്ചിരിക്കണം. എന്നാൽ നമുക്ക് നബിചര്യ അറിഞ്ഞിരിക്കണം. ഇസ്ലാമിക് ഹിസ്റ്ററി, നബിമാരുടെ ചരിത്രം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലാണ് നമുക്കൊരു സ്ട്രോങ് ഐഡൻറ്റിറ്റി ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ലോകത്ത് പല ഭാഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫലസ്തീനിൽ നടക്കുന്നത്, അത് ഏത് ഭാഗത്തുള്ള മുസ്ലിമാണെങ്കിലും ആ മുസ്ലിമിന് അതിന് ആ ഒരു വിഷമം വന്നിരിക്കണം മനസ്സിൽ. അത് കാശ്മീരിൽ സംഭവിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഭാഗത്തും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സംഭവിക്കുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ നടക്കുന്ന അതുപോലെ ഫീൽ ചെയ്യണമെങ്കിൽ ആ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടാവണം. ഒരു ഫേമസ് റഷ്യൻ ഹിസ്റ്റോറിയൻ ഉണ്ട്, അലക്സാണ്ടർ സിൽസാൻ എന്ന് പറഞ്ഞിട്ട്. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജനതേനെ നമുക്ക് നശിപ്പിക്കാൻ ആദ്യം അവരുടെ വേരുകൾ അറുത്ത് മാറ്റണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അതായത് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷേ നമ്മളുടെ വേരുകൾ അറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, അതും പലരും റമളാൻ മാസത്തിൽ മാത്രം. പക്ഷേ അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നബിയുടെ ചരിത്രം നമുക്കറിയില്ല, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. പേരിന് മുസ്ലിമാണ്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പിന്നെ ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അൻവർ അൽ ഔലാക്കിയുടെ സീറ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ലെക്ചറുണ്ട്, അത് ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ആ സ്കോളർ യൂസ് ചെയ്തിരിക്കുന്ന ഇബ്നു കസീർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ തന്നെ മൊത്തം ഒരു എൻസൈക്ലോപ്പീഡിയ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടും പിന്നെ ഈ ഫിഖ്ഹും അങ്ങനെ സീറ അങ്ങനെ പല ആളുകളുടെയും ബുക്സൊക്കെ ബേസ് ചെയ്തിട്ടാണ്, കുറേ പണ്ഡിതന്മാരുടെ ബേസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരനൊരു ഓഡിയോ സീരീസ് ഇറക്കിയിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ട് ഞാനതിൻ്റെ ഒരു മലയാളമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സീറ ഓഫ് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഹദീസും സീറ എന്ന് പറഞ്ഞാൽ ആളുകൾ എഴുതിയ ചരിത്രം, ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹദീസ് പണ്ഡിതന്മാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ. കാരണം എന്തെങ്കിലും തെറ്റായിട്ട് അതിൽ വരരുത് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട്. പക്ഷേ സീറ എഴുതിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഒരു കഥ പോലെയല്ല എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രക്കധികം സ്ട്രിക്റ്റ് ആയിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ ഇത്തിരി ഒരു എന്താ പറയുക, ആരെങ്കിലും പറഞ്ഞത് അവർ ജീവിതകാലം മുഴുവൻ സത്യം പറഞ്ഞതാണോ എന്ന് അങ്ങനെ കംപ്ലീറ്റ്ലി സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹദീസും അതിൻ്റെ ഗ്യാപ്സ് സീറയും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത സെഷൻ മുതൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ തുടങ്ങാം. അപ്പോൾ അതുവരെ see you next time. Assalamu alaikum wa rahmatullahi wa barakatuh.